ബ്രോക്കിപ്പം എന്റെ കയ്യിൽ നിന്ന് എന്ത് സഹായം വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്നത്തെ ചെയ്യാൻ ഇന്നത്തെ ലൈവിലെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മള് വ്യൂവേഴ്സിനെ തെറപ്പിയാണ്. ആരെങ്കിലും ഏതെങ്കിലും വ്യൂവേഴ്സിന് ഇവിടെ മനസ്സിന്റെ ഉള്ളിൽ സങ്കടമോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സംസാരിച്ച് തീർക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സഹായം വേണ്ടതൊക്കെ ഡിസ്കോഡിലോട്ട് പോയി അപ്പൊ പരിപാടിയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ ചാ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇത് യൂട്യൂബ് കാണുന്നവർ എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വെക്കുക. ഓണാക്കി വെച്ചില്ലെങ്കിൽ ഞാൻ എവിടുമ്പോ കാണൂല. ഇതാ എവിടെ വന്നിരുന്നാ മതി, വെയിറ്റിംഗിൽ വന്നിരുന്നാ മതി, വെയിറ്റിംഗിൽ വന്നിരുന്നാ മതി. ആർക്കെങ്കിലും മനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാരും വെയിറ്റിംഗോട് വരും. ഞാൻ 5 മിനിറ്റ് തരാം, എല്ലാരും വെയിറ്റിംഗിലോട്ട് വരും. ഹലോ മീഗ ബ്രോ. അപ്പം ഞാൻ കഴിച്ചു. മീഗ ബ്രോയുടെ എന്താണ് മീഗ ബ്രോ ഇതിപ്പോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് മനസ്സിലായി മീഗ ബ്രോ? മനസ്സിലായി. ഇതൊരു തെറപ്പി സെഷൻ ആണ്. മീഗ ബ്രോക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ മീഗ ബ്രോ പറയണം. എന്താണ് നിന്റെ സങ്കടം എന്താണ്? അല്ല ആദ്യം പേഷ്യന്റിന്റെ പേരെന്താ? നിർബന്ധാണോ? ബ്രോയുടെ പേര് മീഗാന്നല്ലേ? അത് ഒറിജിനൽ പേരാണോ അതോ അനോണിമസ് ആയി നിക്കണം? എന്താണ് ഒറിജിനൽ പേര് വേറെയാ. ബ്രോയാണ് എന്റെ ലവ് എന്ന് വിളിച്ചോ, വിഷയമില്ല. ബ്രോ ഫോക്കസ് ഓക്കേ ഫോക്കസ്. ബ്രോ വിഷയത്തിൽ തെന്നി മാറും. അയ്യോ തെന്നി മാറലൊന്നും ഇല്ല. മീഗ ബ്രോ ഓക്കെ പറഞ്ഞോളൂ ബ്രോ. മീഗ ബ്രോയുടെ സീൻ എന്താ? സീൻ വെച്ച ഒരാഴ്ചയായി. ഓക്കെ ടൈം ഓക്കെ. വർഷങ്ങളായിട്ട് നടന്നു പോകുന്ന സാധനം പെട്ടെന്ന് അങ്ങ് പോയി. എന്താ പോയി വരുന്നില്ല ഒന്നും. വരുന്നില്ലെന്നേ, ഇങ്ങോട്ടൊന്നും വരണ. ഞാൻ എന്ത് വരുന്നില്ലാന്ന് പേടിയാ ബ്രോ പറയാൻ. ഞാൻ ആരത്തും പറഞ്ഞിട്ടില്ല. എന്താ വരാത്തെ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ബ്രോ. എന്താ കുറെ നാളായിട്ട് വരുന്നു, ഇപ്പൊ എന്താ വരാത്തെ ബ്രോ? പ്രശ്നം പറ, നമുക്ക് സോൾവ് ആക്കാം. ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ പിന്നെ ഇത് മാത്രമല്ല, തെറപ്പി മാത്രമല്ല, ഞാൻ അതിന്റെ കൂടെ മറ്റേ ബയോളജിയും പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോ നിന്നെ നോക്കി ഗൂണിയെ മൂന്ന് മരുന്നില്ലോ അടുത്ത്. പഴയ മുടിയ ഫ്ലോ കിട്ടുന്നുള്ളൂ. സത്യം അല്ലേ പഴയ മുടിയാകുമ്പോ ഫ്ലോ കിട്ടും. ഇത് ചുരുണ്ടായിട്ട് മീഗ ബ്രോ ഒന്നുകൂടി കേറി. സോറി ബ്രോ മീഗ ബ്രോ ഞാൻ പെട്ടെന്ന് ഷോക്കായി ബ്രോ. സോറി ബ്രോ ഞാൻ പെട്ടെന്ന് ഷോക്കായി ബ്രോ. അതുകൊണ്ടാ ബ്രോ. സോറി ബ്രോ. ഞാൻ ഷോക്കായി കിക്കാക്കി സോറി എന്റെ ഭാഗത്താ കുറ്റം ബ്രോ. ഈ പ്രശ്നം ഇറങ്ങാത്ത നാളെന്ന് പറഞ്ഞേ ഒരാഴ്ച. ഇനി മുടി ചുരുട്ടിയ പിന്നെ പോണില്ല അങ്ങോട്ട്. ഞാൻ ചുരുട്ടിയ ശേഷം പോകുന്നില്ല. ഞാൻ മുടി കേളിയതിനു ശേഷം പോകും. ഓക്കെ അത് ഈ കേസ് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എനിക്ക് ബ്രോ ഐമൻ ബ്രോ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞോട് കണ്ടോ? എന്റെ കയ്യിലൊന്നും ഇല്ല. ഹലോ പറഞ്ഞോ. എന്റെ ചങ്കിന്നുള്ള ശബ്ദം അത് കേട്ടെ. മുടി മാറ്റണം, അനുവഴിക്കാം, കാലും പലതും. ബ്രോക്കിപ്പം എന്റെ കയ്യിൽ നിന്ന് എന്ത് സഹായം വേണ്ടേ? DM എന്തിനാ? ലൈവ് പറ്റത്തില്ല കേട്ടോ, ലൈവ് പറ്റത്തില്ല. നമ്മുടെ ചെറിയ ലിറ്റിൽ സീക്രട്ട് യുനോ. എന്ത് അങ്ങനെ കോട്ടയത്തേക്ക് വരുന്നോ? കോട്ടയത്തേക്ക് അടുത്ത സ്നീക്കി കളിക്കാം. ഹലോ സ്നീക്കി ബ്രോ. ബ്രോ ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു അയാൾക്ക് ഗൂണ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ബ്രോ. അതേപോലത്തെ എന്തെങ്കിലും ആണെങ്കിൽ ബ്രോണെ കിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ബ്രോയുടെ ബ്രോ ഇത് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ബ്രോ. നമ്മള് സിമ്പിൾ ആണ്. നമ്മള് ഒരു തെറാപ്പി സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറാപ്പി സെക്ഷനിൽ ബ്രോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ബ്രോ പറഞ്ഞോളൂ, നമ്മളത് സോൾവ് ചെയ്യും.
ബ്രോയുടെ പേര് ഫസ്റ്റ് പറയും. എന്റെ പേര് ഒറിജിനലാണോ ഡ്യൂപ്ലി ആണോ? ഒറിജിനൽ പറഞ്ഞോളൂ. ഫസ്റ്റ് ടോപ്പി ഫസ്റ്റ് ടോപ്പി. ഫസ്റ്റ് കോപ്പിയോ? ആ. ജോബിൻ ജോർജ്. ബ്രോ സെക്കൻഡ് പേര് വേണ്ടായിരുന്നു, സാരല്ല. അതെന്നെ എന്റെ വേറൊരു നെയ്മാ, വലിയ പേരാ, മനസ്സിലായോ? വീട്ടുപേരും കൊണ്ടായി ഇതിലുണ്ട്. അത് ശരി, അത് ശരിയാ. ബ്രോ ക്യാമറ ഓണാക്കൂ. Who is this? Who's fine shit? Chill. Holy chot. Okay, Getty's back. Getty, we know you. George and Gay. Clip Farm is crazy. അല്ല ബ്രോ സോറി നമ്മൾ തമാശയിലോട്ട് പോരുത്. ബ്രോ പറഞ്ഞോളൂ. ബ്രോയുടെ പ്രശ്നം പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 പ്രശ്നമുണ്ട്, കുറച്ചധികം പ്രശ്നമുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് തുടങ്ങാം നമുക്ക്. ബ്രോയുടെ പേര് ജോബിൻ അല്ല, ഈ ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര നാളായി? അത് എന്ന് വെച്ചാൽ ഞാൻ അപ്പോ ഒരു 3 കൊല്ലമായിട്ടുള്ള പ്രശ്നം. 3 കൊല്ലമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ സിവിയർ ഡാമേജ് ബ്രോക്ക് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ 3 years. ഓ ബ്രോ എന്റെ ലൈവിൽ നിന്ന് പഠിച്ചതാണല്ലേ മറ്റേ ഫോർ റിയൽ. വെരി നൈസ്. കാരണം പറയട്ടെ. വെയിറ്റ് ആക്കോ 3 years ആയി. അതില് ബ്രോക്ക് എന്തൊക്കെ മെന്റലി ആണോ ഫിസിക്കലി ആണോ ഡാമേജ് ഉണ്ടായ ബ്രോക്ക്? മെന്റലി ആണ്, കാരണം അതില്ല, അത് പറ്റുന്നില്ല. ഓക്കെ മഷിയില്ലാത്ത പെന്ന. സോറി ബ്രോ, ഞാൻ കഷ്ടപ്പെട്ട് വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഓക്കെ മെന്റലി ഓക്കെ. ഓ പറഞ്ഞോളൂ ബ്രോ, മെന്റലി എന്താ പ്രശ്നം ബ്രോ? മെന്റലി ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്രോ തൃശ്ശൂർ പൂരം കാണാൻ പറ്റുന്നില്ല. ബ്രോ ഓക്കെ എടാ സീരിയസ് ആയിട്ട് കാര്യം പറയണ. സീരിയസ് ആയിട്ട് നമ്മളെ പേഷ്യന്റ് ഒരു കാര്യം പറഞ്ഞാണ്. ഓക്കെ ബ്രോ, അത് മനസ്സിലായി. ഈ തൃശ്ശൂർ പൂരം കാണുന്നതിന് ബ്രോനെ എന്താ തടയുന്നേ? തടയുന്നത് വെച്ചാ ഞാൻ ഇപ്പൊ UK-ലാണ്, അപ്പൊ അതൊരു വലിയൊരു തടച്ചിലാണ്. ഓ ബ്രോ, തൃശ്ശൂർ പൂരം അവസാനം ഏത് കൊല്ലം കണ്ടേ? എന്റെ അറിവിൽ 2022-ലാണ് ഞാൻ കണ്ടത്. 2022. 2022 കൊറോണ ആയിരുന്നല്ലോ, അപ്പൊ തൃശ്ശൂർ പൂരം ഇല്ലല്ലോ. അത് ബ്രോഡ് അവിടെ ആയിരിക്കും, പക്ഷെ നമ്മുടെ അവിടെ ഇല്ല. അതെന്റെ ഭാഗത്താ കുറ്റം. അങ്ങനെ വരെ വഴിയില്ലല്ലോ. 2022 ബ്രോ എവിടെ UK എത്തിയേ? 2023 ഓഗസ്റ്റ് എത്തി. 2023-ലാണോ നീ എത്തിയേ? ബ്രോയുടെ പ്രശ്നം എന്താ ബ്രോക്ക് അറിയാലോ. ബ്രോക്ക് തൃശ്ശൂർ പൂരം കാണാൻ കഴിയുന്നില്ല. തൃശ്ശൂർ പൂരം ബ്രോക്ക് അത്ര ഇഷ്ടമാണ്. ബ്രോയുടെ ചോരന്റെ ഉള്ളിൽ ഒഴുകുന്ന ചീസ് മാത്രമല്ല, തൃശ്ശൂർ പൂരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ല അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ബ്രോക്ക് എന്താ ഏറ്റവും കൂടുതൽ മിസ് ആവുന്നത്? ആന, ഹസ്ബൻഡ്. ബ്രോയുടെ ഫേവറേറ്റ് ആനന്റെ പേര്? അങ്ങനെ വെച്ചാൽ അപ്പൊ കൊറേ ഉണ്ടല്ലോ. അതിൽ ഏറ്റവും ഫേവറേറ്റ്? അങ്ങനെ ഫേവറേറ്റ് ഇല്ല, കാരണം എല്ലാ ആനകളും ഫേവറേറ്റാ. എല്ലാ ആനകളും ഫേവറേറ്റ് ആണ്. യെസ്. സോ ബ്രോക്ക് ആനകൾ ഭയങ്കര ഇഷ്ടം. വെരി മച്ച് ലൈക്ക്. ബ്രോയുടെ ബുക്കിൽ എഴുതുവാണോ? അതെ, ഞാനിവിടെ എഴുതാറ് ബ്രോ. ഞാൻ ബ്രോനെ ശരിക്കും അനലൈസ് ചെയ്ത് പഠിക്കാൻ. അതാണ് ബ്രോ. പിന്നെ ആന അല്ലാണ്ട് പിന്നെന്താ? പിന്നെ ചെണ്ടകൊട്ട്. ഓ ചെണ്ടക്കുട്ടി, ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണുന്നു. ഓക്കെ ചെണ്ടക്കുട്ട് എങ്ങനത്തെ രീതിയിലുള്ള കൊട്ടാണ് ഇഷ്ടം? ബ്രോ അവിടെ ആകെ ഒരു ടൈപ്പ് ചെണ്ടകൊട്ടുള്ളൂ. ഓ ശരിയാണല്ലേ, സോറി. ഓക്കെ അപ്പം അതാണ് ബ്രോയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതുണ്ട്, പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് തീർക്കാം. ഇതിന്റെ പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാലോ. ഇതിൽ ഏറ്റവും സിമ്പിൾ വെച്ചാൽ ബ്രോ ഈ അടുത്ത് തന്നെ നാട്ടിൽ പോകുന്നുണ്ട്. തൃശ്ശൂർ പൂരം ഏതാ മാസം? ജൂലൈ അല്ലേ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ എന്നോട് ചോദിക്കുന്നത് ജൂലൈ അല്ലേ. അപ്പം ഇപ്രാവശ്യം നാട്ടിൽ ഏപ്രിലിൽ പോകാൻ പ്ലാൻ ഉണ്ടോ? ഏപ്രിലല്ല ബ്രോ, ഓഗസ്റ്റും ജൂലൈയുടെ ഇടയ്ക്ക് വെച്ച് പോകാനാണ്. That is right. ബ്രോ എന്താണ് ഓൺലൈനിൽ കാണുന്നത്?
ഓൺലൈനിൽ കാണാത്തുന്നോ? അതേ തൃശ്ശൂർ പൂരം. ബ്രോ ഈ ആനയെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതിന്റെ സുഖം വേറെ, മനസ്സിലായോ? Why don't you look at a mirror? നമ്മളീ Obviously it's a joke. I am a therapist. ഞാൻ ഇതേപോലെ ഇതൊക്കെ തമാശയാണ്. ബ്രോടെ ഒന്ന് ചിരിപ്പിക്കാനും ബ്രോടെ ആ ഒരു ടെൻഷൻ മാറ്റാനും ഒക്കെ ഉള്ള തമാശയാണ്. മനസ്സിലായല്ലോ ബ്രോ. പിടിയാനെ എന്നത് ചാറ്റ് പറയുന്നുണ്ട്, ഞാനല്ല ചാറ്റ് പറയുന്നുണ്ട്. അപ്പം ഞാൻ സൊല്യൂഷൻ പറയുന്നത് കൃത്യം കേൾക്കണം കേട്ടോ. ബ്രോ ലൈവ് അല്ലേ? അതെ. ബ്രോ ലൈവ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യുക, പണിക്ക് പോവാ, ഗ്രൈൻഡ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഇപ്രാവശ്യം ജൂലൈക്ക് പോകുന്ന പോലെ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ, അതിൻ്റെ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ബ്രോയുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവണം. അപ്പോൾ അത്രയും പൈസ ഉള്ള സമയത്ത് ബ്രോക്ക് ഏപ്രിൽ എൻ്റെ കൂടെ വേണമെങ്കിൽ ഞാൻ ടിക്കറ്റ് തരാം. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഞാൻ പ്രൈവറ്റ് ജെറ്റിൽ ടിക്കറ്റ് തരാം. ഓക്കെ? അപ്പൊ ഫ്രീ ചെലവ് ബ്രോഡോ? നോ. കാരണം ഞാൻ എന്നോട് പറഞ്ഞില്ലേ, പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ I have to give me the money for the. അപ്പം ബ്രോയുടെ നെക്സ്റ്റ് പ്രോബ്ലം ഗുണിയാൻ പറ്റത്തില്ല ബ്രോ. Why does ഇതെന്താ 2026 ആർക്കും ഗൂൺ ചെയ്യാൻ പറ്റാത്തത്? ഗൂണിങ് പ്രോബ്ലം എന്താണ് പ്രോബ്ലം? അവിടെ പ്രോബ്ലം ഉണ്ടാവുന്നത് കാരണം ഗുണിയുമെല്ലാം ബ്രോ വന്ന് ഡിസ്റ്റർബ് ചെയ്യോ മനസ്സിലെ. ബ്രോ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബ്രോക്ക്? വേറെ കുഴപ്പം നാച്ചുറലായിട്ടാണോ എന്നുവെച്ചാൽ എന്റേതായിട്ടുള്ള ശരിക്കുള്ളത്? ഓക്കെ, യെസ് പ്ലീസ്. എന്താണ് ബ്രോ ഉറക്കം കിട്ടുന്നില്ല. പക്ഷെ ഉറക്കം ഉറക്കം കിട്ടിയതിനാ കോളേജിൽ പോകാൻ പറ്റത്തില്ല. ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഉറക്കം കിട്ടിയതിനാ എഴുന്നേക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഉറക്കം കിട്ടുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാ ബ്രോ ഞാനും ഉറങ്ങാറില്ല. മനസ്സിലായോ? അപ്പോ ഇതിന്റെ മുകളിൽ എനിക്ക് ഉത്തരം മനുഷ്യന്മാരുടെ കേസ പറഞ്ഞേ, മനസ്സിലായോ? ഞാൻ വളരെ കുറച്ച് ഉറങ്ങാറില്ല. ഞാൻ രാത്രി 4 മണിക്ക് കിടന്നുറങ്ങിയിട്ട് 12 മണി എണീക്കുന്ന ആളാണ്. പക്ഷെ ബ്രോക്ക് രാവിലെ 8:30 അതിനെ ബ്രോക്ക് കോളേജിലില്ല, അത് കാരണല്ലേ. ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നതാണ്. ഇപ്പം 10ാം ക്ലാസ് 10ാം തുറ ശരിക്കുന്നുണ്ട്. പോയാ അപ്പം ബ്രോ ഉറക്കം ബ്രോ. അതിന് കുറച്ച് വഴികളുണ്ട്. മെഗ്നീഷ്യം പറഞ്ഞൊരു പൊടി ഉണ്ട്. ആ മെഗ്നീഷ്യം പൊടി കിടന്നുറങ്ങുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ സയൻസ് ലാബ് മെഗ്നീഷ്യം പൊടിയോ? ഒരു മെഗ്നീഷ്യത്തിന്റെ ഒരു പൊടി ഉണ്ട്. 8 മണിക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ മെഗ്നീഷ്യം മറ്റേ ആളിക്കത്തുന്ന സാധനമല്ലേ ബ്രോ? വെറുതെ അല്ല ബ്രോ. കെമിസ്ട്രിക്ക് എത്ര മാർക്ക് കിട്ടിയത്? റുപ്പിയോ ബ്രോ? കെമിസ്ട്രി ഞാൻ ചെയ്യാറില്ല, ഞാൻ ബയോളജിയിലായിരുന്നു ഫോക്കസ്. അത് ശരി, അത് പിന്നെ ശരിയാണല്ലോ ബ്രോ. അപ്പം ആ മെഗ്നീഷ്യം പൊടി രാത്രി 8 മണിക്ക് ശേഷം കിടന്നുറങ്ങുന്നതിന് മുന്നേ കഴിക്കുക. മാക്സിമം കിടന്നുറങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ വളരെ വളരെ ഈസി ഒരു വഴി പറഞ്ഞുതരാം. ഒരു ദിവസം മൊത്തം കിടന്നുറങ്ങാണ്ട് നിൽക്കുക. മനസ്സിലായോ? പരിപാടിയാണോ? ഇന്ന് രാത്രി കിടന്നുറങ്ങരുത്. നിനക്ക് നാളെ രാവിലെ പരിപാടി ഒന്നുമില്ലല്ലോ. ഇന്ന് രാത്രി കിടന്നുറങ്ങാണ്ട് നിൽക്കുക. എന്നിട്ട് നാളെ രാത്രി 9 മണിക്ക് കിടന്നുറങ്ങുക. ഉച്ചയ്ക്ക് ഉറങ്ങരുത്. ഉച്ചയ്ക്കൊക്കെ ഉറക്കം പിടിച്ചു നിൽക്കണം. പിടിച്ചു നിർത്തണം ബ്രോ. ഉറക്കം വന്നതിനെ പിടിച്ചു നിർത്താറില്ല, ഉറങ്ങിപ്പോ ബ്രോ. ഗൂൺ ചെയ്യൂ. നീ യെസ് ഇല്ല ബ്രോയുടെ ഉറക്കം വരും. ഓക്കെ, അതെങ്ങനെ ബ്രോക്ക് അറിയാം? ഗൂൺ ചെയ്ത ഉറക്കം വരും. അതാ റിവീൽ ആവുന്നുണ്ട്. എല്ലാം റിവീൽ ആവുന്നുണ്ട്. ബയോളജിയിൽ ബയോളജി എന്റെ സിലബസിൽ ഈ ബയോളജി. അതെ ബ്രോ, ഞാൻ ഈ പറഞ്ഞ പരിപാടി ചെയ്താൽ മതി. ആ മെഗ്നീഷ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം മൊത്തം കിടന്നുറങ്ങാണ്ടിരിക്കുക. പിറ്റേ ദിവസം നീ രാത്രി 9 മണിക്ക് തന്നെ കിടന്നുറങ്ങി. ബ്രോ ഇപ്പൊ പണിയില്ല, അപ്പൊ മാഗ്നീഷ്യം ബ്രോ സ്പോൺസർ ചെയ്യോ? ബ്രോ അല്ലേ തെറാപ്പിസ്റ്റ്? ബ്രോ ഞാൻ തെറാപ്പിസ്റ്റ് ആണ്, കോടീശ്വരല്ല. അപ്പം ബ്രോ തൽക്കാലത്തേക്ക് ബ്രോയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് തന്നിരുന്നു. ഇനി അടുത്തതാരെ? ഗേ ബോയ് കാർത്തിയോ? ഓ മൈ ഗോഡ് ബ്രോ, ദിസ് ഗോൺ ബി ബ്രോയുടെ പേരെന്താ? കാർട്ടി. ബ്രോ കാർട്ടി എന്നുള്ള പേര് അച്ഛനാണോട്ടെ? അല്ല, ഉപ്പ. നൈസ്. ഓക്കെ ബ്രോ. അപ്പം കാർട്ടി ബ്രോ പ്രശ്നം എന്താ?
പ്രശ്നം സൈസ് ശരിക്കും പ്രശ്നമാണോ? എന്തിന്റെ? ഇന്റർകോഴ്സ്. ഓ ഓക്കെ 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 മനസ്സിലായി. സൈസ് ഒരു പ്രശ്നമാണോ? ഓക്കെ ബ്രോ, സൈസ് ഇന്റർകോഴ്സില് ഒരു ബ്രോ ഒരു ഇതിലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയും ബ്രോ. എന്താ വെച്ചാൽ ഞാനൊരു ഗുഡ് ബോയ് ആണ്, ഇത് ജീവിതമല്ലേ ബ്രോ. അപ്പം സൈസ് പിന്നെ ഇവിടെ പറയുന്നത് റേഷനുടെ അരിന്റെ സൈസാണ് ഉദ്ദേശിച്ചത് ചാറ്റിലുള്ള ഫാമിലിക്കൊക്കെ. അപ്പം റേഷൻ കടയിലെ സൈസുള്ള ബ്രോ ഒരു മിനിമം പറയുന്നത് ഒരു റേഷൻ കടയിലെ ഇന്റർകോഴ്സ് ഉണ്ട്. അസിസ്റ്റന്റ് തെറാപ്പിസ്റ്റ് ഗോളി ഇല്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിക്കാൻ നോക്കുന്നു. ഓക്കെ ബ്രോ. അപ്പം റേഷൻ കടയിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, എന്ന് വെച്ചാൽ ഫാമിലിക്ക് വേണ്ടിയേ. അതല്ല കൺഫ്യൂഷൻ ആക്കല്ലേ. അപ്പം ബ്രോ കാർത്തി ബ്രോ ഞാൻ പറഞ്ഞുതരാം ബ്രോ. ഒരു ഏറ്റവും മിനിമം ആവറേജ് സൈസ് നിങ്ങൾക്ക് വേണ്ടത് 4 ഇഞ്ചാണ്. ഏറ്റവും മിനിമം 4 ഇഞ്ചിന്റെ താഴെ ആണെങ്കിൽ യു ഗൈസ് ആർ ഡ്യൂഡ്. ഐ ആം സോറി. It's not always about the size. ഡോക്ടർ ലീനോ ബ്രോ, Eh? ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ ബ്രോ. ബ്രോയുടെ സൈസ് എത്ര? നല്ല ചോദ്യം. നല്ല യോ അല്ല കാർത്തി ബ്രോ, അതില് ബ്രോന്റെ എത്ര സെന്റിമീറ്റർ എത്ര ഇഞ്ചാണ് ബ്രോ? ഓക്ക് ഇഷ്ടായില്ല. ഓ അവൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നല്ലേ? അവക്ക് അതിനെ കുറിച്ച് എന്താ ഇഷ്ടമല്ല ഞാൻ എനിക്ക് തോന്നുന്നേ. അതിന്റെ സൈസാണോ അതിന്റെ ലുക്കാണോ എന്താണ്? ബീറ്റ്സ് മീ. അറിയില്ല. സിറ്റുവേഷൻ ബ്രോ, നീ അവിടെ വന്ന എന്തായാലും നന്നായി. നിനക്ക് ശരിക്കും ഒരു തെറാപ്പി വേണം. നീ ഇതിലൊന്നും തളരരുത് കേട്ടോ. നിനക്ക് സങ്കടമുണ്ടോ? നിനക്ക് സങ്കടമുണ്ടോ ഇതില്? ഇല്ല. സങ്കടം ഉണ്ടാവാൻ പാടില്ല. നീ തളരരുത്. മനസ്സിലായോ? നിന്റെ തെറാപ്പിസ്റ്റ് ഞാനിവിടെ ഉണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് പറയാം. ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ്. സത്യം പറഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവത്തോണ്ടെങ്കിൽ അവൾക്ക് ചിലപ്പോൾ പേടിയായിരിക്കും. മനസ്സിലായോ? നിന്റേത് മനസ്സിലായോ കാട്ടി? ഇത്രയും വലിപ്പം ഉണ്ടാവും. അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും നോക്കി തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പിന്നെ സൈസിലെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. നല്ലൊരു ചോദ്യമാണ്. സൈസിലേക്കാളും ഇറ്റ്സ് റിയലി ഇമോഷൻ ഓഫ് ദി ഓഷ്യൻ എന്നാണ്. മനസ്സിലായോ? അത് നീ ഏത് ആംഗിളിൽ പോകുന്നു, ഏത് പൊസിഷൻ ചെയ്യുന്നു, അത് let me know get you into it. This is a family channel. Let me know. Okay. നമ്മളെ തെറാപ്പി സെഷനിൽ വന്നതിൽ ഒരുപാട് നന്ദി. ഇതേപോലെ എന്തെങ്കിലും സെഷൻ ഉണ്ടെങ്കിൽ നമ്മളെ വന്ന് ഇതേപോലെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യോ, തെറാപ്പിസ്റ്റ് എന്ന രീതിയിൽ ഇത്രതരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ മാത്രമാണ് എന്തായാലും ബ്രോ. ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല. അത് കഴിവില്ലാത്തോണ്ടാണ് ബ്രോ.